ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഒരു പെൻസിൽ പാൻറ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മീറ്റർ ക്ലോത്ത് ആവശ്യമായിട്ടുണ്ട്. 2-2.25 മീറ്റർ ലെന്ത് പ്രകാരം 2-2.25 മീറ്ററിൻ്റെ അടുത്ത് ക്ലോത്ത് വേണം നമുക്ക്. അപ്പോൾ അതിന് ആവശ്യമായ ക്ലോത്ത് നമ്മൾ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്ത ശേഷം നിങ്ങൾ വീഡിയോ കാണുക. കാരണം പിന്നീട് വീഡിയോ കണ്ട ശേഷം നമ്മൾ മറന്നു പോകും, ഓർക്കുകയില്ല. അതുകൊണ്ടാണ് ആദ്യം ഓർപ്പിക്കുന്നത്. അപ്പം ഈ ലൈക്കും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എല്ലാവരും നല്ല സഹകരണമാണ്. എന്തായാലും വീഡിയോയെ നല്ല ഇമ്പ്രൂവ്മെൻ്റായി വരുന്നുണ്ട്. ഞാൻ ഇതിനൊരു 300 വ്യൂസ് അല്ലെങ്കിൽ 300 സബ്സ്ക്രൈബർ ആണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ അതുകൊണ്ട് ആത്മാർത്ഥമായി സഹകരിക്കുക എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ 2-2.25 മീറ്റർ ക്ലോത്ത് നമ്മൾ എടുത്ത് അതിൻ്റെ ലെന്ത് ആദ്യം ചെക്ക് ചെയ്യണം. ലെന്ത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ മെഷർമെൻറ്റ് പാൻറ്റിൽ മെഷർമെൻ്റ് എടുക്കാവുന്നതാണ്. മെഷർമെൻ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലെങ്ത് എത്രയാണെന്ന് ആദ്യം ചെക്ക് ചെയ്ത് അത് അടയാളപ്പെടുത്തുക. എത്ര ലെന്ത് വേണോ അതിനേക്കാളും 4 ഇഞ്ച് ലെന്ത് നമ്മൾ കൂട്ടിയിടണം. 4 ഇഞ്ച് എന്തിനാണ് കൂട്ടിയിടുന്നതെന്നറിയാവോ? ഇതിൻ്റെ ബോട്ടത്തിൽ നമ്മൾ 2-2.5 ഇഞ്ച് മടക്കി അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് മടക്കി അടിക്കാൻ 2-2.5 ഇഞ്ച് ക്ലോത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ലെന്ത് വേണ്ടതിനേക്കാളും ഇപ്പോൾ 37 ലെന്താണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു 40-41 ലെന്ത് നമ്മൾ എടുക്കണം. ഈ ക്ലോത്തിന് 40-41 ലെന്ത് നമ്മൾ എടുക്കണം. അതിൽ നിങ്ങൾ ഈ ലെന്ത് അടയാളപ്പെടുത്തുമ്പോൾ ഈ 4 ഇഞ്ച് ലെന്ത് എപ്പോഴും സെപ്പറേറ്റ് എടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ലെന്ത് തികയാത്തതാണെങ്കിൽ മേലെ 2 ഇഞ്ചും താഴെ 2 ഇഞ്ച് പീസ് സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് അടിക്കാം പാകത്തിന് റെഡിയാക്കി അത് രീതിയിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പം ലെന്ത് 37 ആണെങ്കിൽ നമുക്കൊരു 41 ലെന്ത് ടോട്ടലായിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ബോട്ടത്തിന് 6 ഇഞ്ച് ആണ് എടുക്കുന്നത്. റെഡി. അപ്പോൾ ഒരു 6-6.25 ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഒരു 1 ഇഞ്ച് വിട്ട് അവിടെ മാർജിനായിട്ട് സ്റ്റിച്ചിങ് വിട്ടിട്ട് മാർജിൻ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണ് വേസ്റ്റ് വരുന്നതെന്ന് മെഷർമെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ 36 ആണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ 36 വേസ്റ്റ് വരുമ്പോൾ നമ്മളൊരു വേസ്റ്റിൻ്റെ ഭാഗം ഇലാസ്റ്റിക് വരുന്നത് കൊണ്ടും അതിൻ്റെ ഒരു 13 വേസ്റ്റ് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ 13 ആണ് മാക്സിമം. എല്ലാ മീഡിയം XL, XXL സൈസുകൾക്കെല്ലാം 13, 12, 13, 14 വേസ്റ്റ് നമ്മൾ ഇവിടെ മാർജിൻ എടുക്കാവുന്നതാണ്. ഇവിടെ മെഷർമെൻറ്റ് 13, 14 എടുക്കാവുന്നതാണ്. 12, 13, 14 ആണ് സാധാരണ മെഷർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഇവിടെ പീസ് കൊടുക്കുന്നതുകൊണ്ട് 2 ഇഞ്ച് വിട്ട ശേഷം അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ഡൗൺ ആക്കി ഇത് ചെയ്യരുത്. അപ്പം പെൻസിൽ പാൻ്റ് ആകുമ്പം കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യണം. ലൂസ് പാൻറ്റ് പോലെ സീറ്റ് ഒരുപാട് ഡൗൺ ആകാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മൾ 9 ആണ് സാധാരണ, അല്ലെങ്കിൽ 8 ആണ് എടുക്കുന്നത്. അതിന് പകരം ഇവിടെ ഒരു 3 ഇഞ്ചും കൂടെ കൂട്ടി 14 എടുക്കുക. ഇപ്പോൾ 10ഉം
പ്ലസ് 4 ഇഞ്ച് അധികം എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ 14 എടുത്തു. 14 എടുത്തിട്ട് ഇവിടെ എല്ലാ ആകൃതിയിൽ ഒരു ഷേപ്പ് വരയ്ക്കുന്നു. ഇവിടുന്ന് 2 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. 2 ഇഞ്ചിൽ ഒരു ഷേപ്പ് കൊടുക്കുക. ഇവിടെ കാലിൻ്റെ സീറ്റിൻ്റെ താഴെ കാലിൻ്റെ ഭാഗത്തായിട്ട് അതിൻ്റെ മെഷർ വരുന്നത് ഏകദേശം 16 ആണ്. 15 അല്ലെങ്കിൽ 16 ഇഞ്ചിൽ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 16 അളവെടുക്കുന്നു. 16 അളവെടുക്കുന്നു. 2 ഇഞ്ച് വിട്ടൊരു മാർക്കും കൂടെ കൊടുക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് സീറ്റിൻ്റെ അളവ് 13 ഇഞ്ച് എടുക്കുന്നു. മീഡിയം, ലാർജ്, XL, XXL ഓരോ ഇഞ്ച്, അര ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നത് ഇവിടുന്ന് വേസ്റ്റ് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ കാലിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഇവിടെ ഷേപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 15 അല്ലെങ്കിൽ 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 6 ഇഞ്ച് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നിന്ന് ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത് കട്ടിങ്ങാണ്. കട്ടിങ്ങിലേക്ക് പോകാം. കട്ടിങ് ചെയ്യുന്നതിന് ഇവിടെ 6 ഇഞ്ചിന്ന് ഉള്ള മാർക്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പിൻ്റെ അടുത്ത് വരെ കട്ട് ചെയ്യുക. ഷേപ്പിൻ്റെ ഭാഗം വരെ കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് മാറ്റുക. അതിനുശേഷം ഇവിടെ ലെവൽ ചെയ്യാത്ത പീസുകളാണെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ജോയിൻ്റ് ചെയ്യേണ്ട പീസുകൾ നമ്മൾ റെഡിയാക്കി 2 ഇഞ്ച് വീതിയിൽ ഉള്ള പീസ് റെഡിയാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പെൻസിൽ പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇതിൽ നെക്സ്റ്റ് ഇവിടെ ഒരു പീസ് കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ പീസ് കൂടെ നമ്മൾ 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. രണ്ട് ഇഞ്ച് വേണമെങ്കിൽ നമ്മൾ 2.5-3 ഇഞ്ച് എടുക്കാം. അതിനുശേഷം ഫോൾഡ് ചെയ്ത് അതിനെത്ര വേണം ലെവലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇറക്കം കുറഞ്ഞ് പോയാൽ ചിലർക്കത് കുഴപ്പമില്ല, പക്ഷെ ചിലർക്ക് ഇറക്കം കൂടിപ്പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അത് ലെന്ത് നമ്മൾ എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട് കറക്റ്റായിട്ട് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പെൻസിൽ പാൻറ്റിൻ്റെ കട്ടിങ് ആണ് നമ്മളിവിടെ ഇന്ന് കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ബെല്ലൈക്കൺ, സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ലൈക്കും ഉണ്ടെങ്കിൽ വ്യൂസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ സക്സസ് ആവുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക. എല്ലാവരും മുഴുവനും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ നമ്മൾ അത് മറന്നു പോകും. കാരണം വീഡിയോ കണ്ട് പെട്ടെന്ന് നമ്മൾ അത് മാറ്റി വിടും. അതുകൊണ്ട് ആദ്യം തന്നെ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.
അടുത്ത നമുക്ക് ഒരു പുതിയ വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.